ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. ദുൽഖറിന്റെ അയാം ഗെയിമിന് ശേഷം മലയാളത്തിൽ ഷൂട്ടിംഗ് ആരംഭിക്കാനായിട്ട് ഒരുങ്ങുന്ന സിനിമയാണല്ലോ സൗബിൻ സംവിധാനം ചെയ്ത് ദുൽഖർ നായകനെത്തുന്ന സിനിമ. ഫോർട്ട് കൊച്ചി, തൃശൂർ, ദുബായ് എന്നിവിടങ്ങളിൽ ഷൂട്ട് ചെയ്യേണ്ട ഈ മലയാളം 100-ലധികം ദിവസത്തെ ഷൂട്ട് പ്രതീക്ഷിക്കുന്ന സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത വർഷം 2026 ജനുവരി മാസമോ ഫെബ്രുവരി മാസമോ ആണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത വർഷം അവസാനത്തോടെ തന്നെ സിനിമയുടെ തിയേറ്റർ റിലീസും പ്രതീക്ഷിക്കുന്നു. ഭാഗ്യമുണ്ടെങ്കിൽ അടുത്ത വർഷം 2 മലയാളം ദുൽഖർ സിനിമകൾ തിയേറ്ററുകളിലേക്ക് എത്തും. തമിഴിൽ നിന്നും വിജയ് സേതുപതി, നിത്യ മേനോൻ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയാണ് തലൈവൻ തലൈവി. സിനിമയുടെ ടൈറ്റിൽ ടീസർ എല്ലാം തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. വരുന്ന ജൂലൈ 25 സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതാണ്. ബെൻസിന് ശേഷം വീണ്ടും നിവിൻ പോളി തമിഴിലൊരു സിനിമ കമ്മിറ്റ് ചെയ്തു എന്ന ശക്തമായ റൂമേഴ്സ് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ്. അത് കാർത്തി നായകനെത്തുന്ന സിനിമയാണ്. കാർത്തിയുടെ 29ാമത്തെ സിനിമയായിട്ട് വരാനിരിക്കുന്ന തമിഴ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലായിരിക്കും നിവിൻ പോളി കൂടി അഭിനയിക്കുക എന്നാണ് റിപ്പോർട്ട്. നിലവിൽ ഇതൊരു റൂമർ മാത്രമാണ്. നേരത്തെ ബെൻസിന്റെ കാര്യത്തിലും റൂമേഴ്സ് വന്നതാണ്. അതാണ് പിന്നെ സത്യമായത്. എന്തായാലും ഇക്കാര്യത്തിലും ഒഫീഷ്യൽ പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കാം. ട്രാൻസ് സിനിമയ്ക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം അൻവർ റഷീദ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ തന്നെ നായകനായെത്തുന്നു എന്ന് ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1 വർഷത്തിലേറെയായിട്ട് സിനിമയുടെ റൂമേഴ്സ് ഉണ്ടായിരുന്നു. റൊമാന്റിക് കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഈ കുഞ്ചാക്കോ ബോബൻ സിനിമയുടെ ഷൂട്ട് ഉടനെ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുഞ്ചാക്കോ ബോബനും അൻവർ റഷീദും ചേർന്നാണ് സിനിമയുടെ നിർമ്മാണം. മോളിവുഡിൽ നിന്നും 2 സൂപ്പർതാര സിനിമകൾ ഈ വർഷം ഇനിയും റിലീസിനായിട്ട് ഒരുങ്ങുകയാണ്. അതിൽ ഒന്ന് ലാലേട്ടൻ സിനിമയാണെങ്കിൽ മറ്റൊന്ന് സുരേഷ് ഗോപി നായകനെത്തുന്ന കമ്മീഷണർ എന്ന സിനിമയാണ്. ചിത്രം ഓണം റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുമെന്ന ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അതേസമയം 1-ലധികം തവണ തിയേറ്റർ റിലീസ് മാറ്റിവെക്കപ്പെട്ട ഉദയനാണ് താരം അങ്ങനെ ഈ ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ജൂലൈ 18 സിനിമയുടെ തിയേറ്റർ റിലീസ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്നത്. ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടനെ വരും. കാത്തിരിക്കൂ കൂടുതൽ സിനിമ വാർത്തകൾക്ക്.